വാർത്തകൾ വിശദമായി. തലൈവിക്ക് വിടചൊല്ലി തമിഴകം. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ചെന്നൈ മറീന ബീച്ചിൽ MGR സ്മൃതി മണ്ഡപത്തിന് സമീപം സംസ്കരിച്ചു. തമിഴ് മക്കളുടെ പ്രാർത്ഥന വിഫലമായി. പുരട്ചി തലൈവി ജയലളിത വിട പറയുമ്പോൾ തമിഴ്നാടിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളും തേങ്ങി. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. തിങ്കളാഴ്ച രാത്രി 11:30 ജയലളിതയുടെ അന്ത്യം. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് മുതൽ തന്നെ പ്രാർത്ഥനയോടെയാണ് ഓരോ തമിഴ് ജനതയും ചെന്നൈ അപ്പോളോ ആശുപത്രിക്ക് മുന്നിലും മറ്റും തടിച്ചുകൂടിയത്. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ വഴിയാണ് മരണവിവരം പുറത്തുവിട്ടത്. പിന്നീട് ഏതാനും നിമിഷങ്ങൾക്കകം മൃതദേഹം ജയലളിതയുടെ ഔദ്യോഗിക വസതിയായ വോയ്സ് ഗാർഡനിലേക്ക് മാറ്റി. വൈകിട്ടോടെ വിലാപയാത്രയായി മൃതദേഹം മറീന ബീച്ചിൽ എത്തിച്ചു. തനിക്ക് പ്രിയപ്പെട്ട MGRന്റെ സ്മൃതി മണ്ഡപത്തിനടുത്ത് തന്നെയാണ് ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ജയലളിതയുടെ വേർപാടിനെ തുടർന്ന് തമിഴ്നാട്ടിൽ 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കേരളത്തിലും പൊതു അവധി അനുവദിച്ചിരുന്നു. സമകാലീന ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു ജയലളിത. 6 വട്ടം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി. തമിഴ് ജനതയാണ് തന്റെ കുടുംബമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ജയലളിതയുടെ വേർപാടിൽ വികാരഭരിതരാവുകയാണ്, തേങ്ങുകയാണ് തമിഴ് ലോകം. ന്യൂസ് ഡെസ്ക്. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ വിയോഗത്തിൽ തമിഴ് ജനത കണ്ണീർ പൊഴിക്കുകയാണ്. തമിഴകത്തിന്റെ അമ്മയ്ക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ഏറെ ആത്മബന്ധമുണ്ടായിരുന്നു. തന്റെ അപകടഘട്ടങ്ങളിൽ തുണയായി നിന്ന് രാജരാജേശ്വരനെ വണങ്ങാൻ 15 വർഷം മുമ്പ് ക്ഷേത്രത്തിൽ ജയലളിത എത്തിയിരുന്നു. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ജീവിതത്തിൽ വൈകാരികമായി ഏറെ അടുപ്പമുള്ള ക്ഷേത്രമായിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. 2001 ജൂലൈ 2 രാജരാജേശ്വരനെ തൊഴാൻ ജയലളിത തളിപ്പറമ്പിൽ എത്തിയതോടെയാണ് രാജരാജേശ്വര ക്ഷേത്രത്തിന് ദേശീയ ശ്രദ്ധ കൈവന്നത്. ജ്യോത്സ്യൻ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ജയലളിത അന്ന് ക്ഷേത്രത്തിൽ എത്തിയിരുന്നതും. രാത്രി 8:50 ക്ഷേത്രത്തിൽ എത്തിയ അവർ പൊൻകുടം സമർപ്പിച്ച ശേഷം തൊഴുത് മടങ്ങുകയായിരുന്നു. ഊറ്റത്തോഴി ശശികലയും അന്ന് ജയലളിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ക്ഷേത്ര സന്ദർശനത്തിന് മുൻപും ജയലളിത രാജരാജേശ്വരനെ മനസ്സിൽ വണങ്ങിയിരുന്നതായി ജീവനക്കാർ പറയുന്നു. 1999 മാർച്ച് 27 ജയലളിതയ്ക്ക് വേണ്ടി തമിഴ്നാട് സ്വദേശിയായ S. മാരിയപ്പൻ ആനയെ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയിരുന്നു. ഈ ആന കഴിഞ്ഞ ഏപ്രിലിൽ ചെരിഞ്ഞു. 2001 ശേഷം ജയലളിത രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തിയില്ലെങ്കിലും അവരുടെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ പൂജകളും നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ മാസം 30 ചെന്നൈയിൽ നിന്നുള്ള ഒരു സംഘം ക്ഷേത്രത്തിലെത്തി പൊന്നിൻകുടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോടതി വെറുതെ വിട്ടപ്പോഴും ജയലളിതയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു സംഘമെത്തി ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തിയിരുന്നു. തമിഴകത്തിന്റെ അമ്മ വിടവാങ്ങുമ്പോൾ എല്ലായിടത്തു നിന്നും ഓർമ്മകൾ വിതുമ്പുകയാണ്. അത്ര വലിയ സ്ഥാനമാണ് ജയലളിതയ്ക്ക് പലരും നൽകിയതും. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ജയലളിതയുടെ ജീവൻ തുടിക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് സ്വദേശി PV ചന്തുക്കുട്ടി. DMKയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന ചന്തുക്കുട്ടിക്ക് MGRുമായും ജയലളിതയുമായും അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായ ചന്തുക്കുട്ടി MGRന്റെ പ്രവർത്തന ശൈലിയിൽ ആകൃഷ്ടനായാണ് DMKയിൽ അംഗത്വമെടുത്തത്. കേരളത്തിലാണെങ്കിലും MGRന്റെ പല പൊതുയോഗങ്ങളിലും പങ്കെടുക്കാൻ ചന്തുക്കുട്ടി തമിഴ്നാട്ടിൽ എത്തുമായിരുന്നു. MGRന്റെ മരണശേഷം പാർട്ടിയുടെ ചുമതല ജയലളിത ഏറ്റെടുത്തപ്പോഴും കേരളത്തിൽ പാർട്ടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ മറ്റു നേതാക്കൾക്കൊപ്പം ചന്തുക്കുട്ടിയും സജീവമായി. പാവപ്പെട്ടവരോട് അമ്മ കാണിക്കുന്ന കരുണയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി വളരാൻ DMKക്ക് സാധിച്ചതെന്ന് അദ്ദേഹം പറയുന്നു.
ജയലളിതയും പാർട്ടിയായിട്ടുള്ള പൂർവ്വ ജയലളിതയുടെ പ്രവർത്തന ശൈലിയും ജയലളിത പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ച് അങ്ങനെ ഒരു കാര്യലാഭത്തിന് വേണ്ടി പാർട്ടി വളർത്താൻ നോക്കിയതല്ല. ജയലളിത രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് വന്നത്. അവിടെ നേരിട്ട് കണ്ടത് രാജേശ്വരി അമ്പലത്തിൽ. ഞാൻ ടൗണിൽ കൊടി കെട്ടാൻ വേണ്ടി കല്യാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ശീമക്കോന്നയും കൊത്തി കമ്പ് കെട്ടാനുള്ള കമ്പും കൊണ്ടുപോയിട്ട് കൊടിയെല്ലാം ടൗണിൽ കെട്ടിയത്. അങ്ങനെ വന്നപ്പോഴാണ് ജയലളിത വണ്ടിക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ ഞാൻ അവിടെ നടുക്കാട് ആണ് നിന്നപ്പോൾ വണക്കം എന്ന് പറഞ്ഞു. അങ്ങനെ വണക്കം പറഞ്ഞതിന് ശേഷം വണക്കം തായ്മാറികളെ എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം തന്നില്ല. വണക്കം തായ്മാറികളെ എന്ന് പറഞ്ഞതിന് ശേഷം അത്രയും പറഞ്ഞോട്ട് അങ്ങോട്ട് കയറി. 14 വർഷം മുൻപ് ഭാര്യ മരിച്ചപ്പോഴും മകന്റെ കല്യാണ വിവരവുമെല്ലാം കത്ത് മുഖാന്തരം ജയലളിതയെ അറിയിച്ചിരുന്നതായും അതിനെല്ലാം മറുപടി ലഭിച്ചതായും അദ്ദേഹം ഓർമ്മിക്കുന്നു. ജയലളിതയുടെ പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക വഴിപാട് നടത്തുന്നത് പതിവായിരുന്നു. 15 വർഷം മുൻപ് തളിപ്പറമ്പിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ ജയലളിതയെ സ്വീകരിക്കാൻ ടൗണിൽ പാർട്ടി പതാക കെട്ടിയതും ആദ്യമായി അമ്മയെ നേരിൽ കാണാൻ സാധിച്ചതും ചന്തുക്കുട്ടി നിറകണ്ണുകളോടെ ഓർത്തെടുക്കുന്നു. അമ്മയുടെ മരണശേഷവും പനീർശെൽവത്തിലൂടെ തമിഴ്നാട്ടിലെ അണ്ണാ DMK വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ചന്തുക്കുട്ടി. രോഗം വന്ന് കാൽമുറിച്ചു മാറ്റിയതിനാൽ അമ്മയെ അവസാനമായി ഒരു നോക്കു കാണാൻ ചെന്നൈയിലെത്താൻ സാധിക്കാത്തതിൻ്റെ വേദനയിൽ കഴിയുകയാണ് ഈ അണ്ണാ DMK നേതാവ്. സീൽ ന്യൂസ്, ആലക്കോട്. പാവങ്ങളുടെ അമ്മയുടെ വേർപാടിൽ എല്ലാവരും പങ്കുചേരുകയാണ്. കണ്ണൂർ നഗരത്തിൽ ചില സ്ഥലങ്ങളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ വേർപാടിൽ അനുശോചിച്ച് വലിയ ഫ്ലക്സുകൾ ഉയർന്നു. ജയലളിതയുടെ വേർപാട് സ്ഥലകാല ദേശങ്ങൾക്കുപരി എല്ലാവർക്കും വേദനയാവുകയാണ്. കണ്ണൂർ നഗരത്തിൽ വ്യാപാരികൾ ജയലളിതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി. പ്രിയപ്പെട്ട അമ്മ, ഞങ്ങളിവിടെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ അമ്മ മറ്റുള്ള ടെലിവിഷനൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പങ്കാളിയാകുകയാണ്. ജനനായകർ ജയലളിതയെ മാതൃകയാക്കണമെന്നും വ്യാപാരികൾ. സീൽ ന്യൂസ്, കണ്ണൂർ. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാർഷിക മേഖലയെ ഭീകരമായി ബാധിച്ചു കഴിഞ്ഞുവെന്നും മീനമാസം വരെ സ്ഥിതി ഭയാനകമായിരിക്കുമെന്നും കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. വരൾച്ചാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജനുവരിയിൽ കേന്ദ്ര സംഘം എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കൺവെൻഷൻ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. മീനമാസം വരെ കേരളത്തിന്റെ സ്ഥിതി ഭയാനകമായിരിക്കും. തൃശൂരിൽ 4000 ഹെക്ടർ കൃഷിഭൂമിയാണ് കരിഞ്ഞു പോയത്. പ്രകൃതിക്ഷോഭം മൂലം കർഷകർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരം 2012 മുതൽ ലഭിച്ചിട്ടില്ല. 4.5 കൊല്ലമായി നഷ്ടപരിഹാരം നൽകിയിട്ട് 82 കോടി രൂപ കുടിശ്ശികയുണ്ട്. LDF സർക്കാർ കഴിഞ്ഞ ആഴ്ച 28 കോടി നൽകി കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നാളികേര സംഭരണിയിൽ 62 കോടിയുടെ ക്രമക്കേടുണ്ട്. വിജിലൻസ് കോടതി അന്വേഷണം നടത്തി വരികയാണ്. കൊപ്ര സംഭരണത്തിൽ കേരളത്തിന് നിലവിൽ 55 കോടിയുടെ നഷ്ടമുണ്ട്. കേരഫെഡിന് 2 മാസമായി MD മാത്രമേ ഉള്ളൂ. കേരഫെഡിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടന്നാൽ 1 മാസം കൊണ്ട് കുടിശ്ശിക തീർക്കും. അങ്ങനെയാണെങ്കിലേ നാളികേരം വീണ്ടും സംഭരിക്കാനാകൂ. സഹകരണ മേഖലയുമായി ആലോചിച്ച് നാളികേരം സംഭരിക്കാനാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ആലോചിക്കുന്നത് സഹകരണ മേഖലയുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാളികേര വികസന കോർപ്പറേഷന്റെ ബോർഡിന് കീഴിൽ വരുന്ന സഹകരണ സ്ഥാപനങ്ങളും പ്രൊഡ്യൂസർ കമ്പനികളുമായി ചേർന്നുകൊണ്ട് കൊപ്ര സംഭരണം, നാളികേര സംഭരണം അവരെ ഏൽപ്പിക്കാൻ ഒരു നടപടി ചെയ്യാൻ പറ്റുമോ എന്നൊരു റിപ്പോർട്ട്, ഒരു പഠന റിപ്പോർട്ടിനോട് ചുമതലപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ 3 പ്രപ്പോസൽ വെച്ച് നമ്മൾ അമല് ചെയ്യണം. അതല്ലെങ്കിൽ നാളികേര കർഷകർ അതത് പ്രദേശങ്ങളിൽ നിന്ന് കൊപ്രയാക്കി ഇത് കേരളത്തിൽ തരികയാണെങ്കിൽ ആ രീതിയിൽ എടുക്കണം. ഈ 2 പ്രപ്പോസലാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ പ്രപ്പോസൽ നടപ്പാക്കും മുമ്പ് കേരള കർഷക സംഘടനകളെ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായങ്ങൾ ആരായതിനു ശേഷം ഈ സംഭരണ പരിപാടി പുതിയ രീതിയിൽ ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കേരളത്തിന്റെ ബോർഡും അതിന്റെ ചെയർമാനും അതിന്റെ ഡയറക്ടറും അടുത്ത ബോർഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ശ്രീലങ്കയിൽ നാളികേരത്തിൽ നിന്ന് 40% മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്നു. എന്നാൽ കേരളത്തിൽ 4% മൂല്യവർദ്ധിത വസ്തുക്കൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് KC കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ സെക്രട്ടറി സത്യൻ മൊഗേരി, സംസ്ഥാന സെക്രട്ടറി A പ്രദീപൻ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ, TP സന്തോഷ് കുമാർ, PP ഷൈജൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ.
പരിയാരത്ത് വ്യാജ നമ്പർ പതിച്ച ഓട്ടോയിൽ കടത്തുകയായിരുന്ന 540 കുപ്പി മദ്യം പോലീസ് പിടികൂടി. പരിയാരം SI KN മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. പരിയാരം മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് SI KN മനോജിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ ഓട്ടോറിക്ഷ പരിശോധിച്ചപ്പോഴാണ് മദ്യം പിടിച്ചെടുത്തത്. പിറകിലെ ഡിക്കിയിൽ സൂക്ഷിച്ച 30 പെട്ടികളിലായിട്ടാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. 500 മില്ലി ലിറ്ററിന്റെ 18 കുപ്പികളിലാണ് മദ്യം ഉണ്ടായിരുന്നത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഓട്ടോറിക്ഷയുടെ നമ്പർ വ്യാജമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനക്കായി എത്തിച്ച കഞ്ചാവുമായി പിടിയിലായ യുവാവിനെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ ബർണശ്ശേരി സ്വദേശി M രഞ്ജിത്തിനെയാണ് തിങ്കളാഴ്ച 1.5 കിലോ കഞ്ചാവ് സഹിതം പിടികൂടിയത്. തളിപ്പറമ്പ് സഹകരണ ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ 1.5 കിലോഗ്രാം കഞ്ചാവുമായി ബർണശ്ശേരി സ്വദേശി M രഞ്ജിത്തിനെ പിടികൂടിയത്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി വൻതോതിൽ മദ്യവും മയക്കുമരുന്നും വിതരണം ചെയ്യുന്നത് തടയാനായി നടത്തിവരുന്ന സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിലാണ് എക്സൈസ് വിഭാഗം ഇയാളെ പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP ഗോവിന്ദൻ, പ്രിവന്റീവ് ഓഫീസർ KP മധുസൂദനൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PP രജിരാഗ്, RP അബ്ദുൽ നാസർ, PV വിപിൻ, TV വിനേഷ്, CV അനിൽകുമാർ, വനിതാ സെൽ എക്സൈസ് ഓഫീസർ MP അനു എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡ് നടത്തിയത്. പ്രതിയെ വടകര NDPS കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. നാറാത്ത പഞ്ചായത്തിലെ കല്ലൂരിക്കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്താനായി ഉപയോഗിച്ച ടാറ്റ സുമോ കാർ മയ്യിൽ പോലീസ് പിടികൂടി. വാഹനത്തിനുള്ളിൽ നിരവധി ചാക്കുകളിൽ നിറച്ചു വെച്ച നിലയിലായിരുന്നു മണൽ. മണൽ നിരോധനത്തിന്റെ മറവിൽ മയ്യിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട നാറാത്ത്, കൊളച്ചേരി, മയ്യിൽ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനധികൃത മണൽക്കടത്ത് വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ഭാഗങ്ങളിൽ നിന്നും പോലീസ് നിരവധി വാഹനങ്ങളാണ് പിടികൂടിയത്. അനധികൃതമായി വാരിയെടുക്കുന്ന മണൽ കൊള്ളപ്പലിശക്കാണ് ആവശ്യക്കാർക്ക് എത്തിക്കുന്നത്. ആവശ്യക്കാരെ മണൽ മാഫിയകൾ മണൽ നിരോധനത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുകയാണ്. നേരത്തെ പഴക്കമേറിയ വാഹനങ്ങളിലാണ് മണൽ കടത്തിയിരുന്നത്. എന്നാൽ പോലീസിന്റെയും മറ്റും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ കാറടക്കമുള്ള വാഹനങ്ങളും മണൽ കടത്താൻ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ടാറ്റ സുമോ കാറിനുള്ളിൽ ചാക്കുകളിൽ നിറച്ച നിലയിൽ മണൽ കണ്ടെത്തിയത്. പോലീസിനെ കണ്ട ഉടൻ ഡ്രൈവറും സഹായികളും ഓടിമറിഞ്ഞതിനാൽ ആരെയും പിടികൂടാൻ സാധിച്ചില്ല. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത അധികം പഴക്കമില്ലാത്ത ടാറ്റ സുമോ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സീൽ ന്യൂസ്, മയ്യിൽ. ദളിതരുടെയും അധസ്ഥിതരുടെയും ഉന്നമനത്തിനായി ജീവിതകാലം മുഴുവൻ പോരാടിയ മഹാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേരി. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ദളിതർക്ക് നേരെ അക്രമം മാത്രമേ ഉള്ളൂ. കണ്ണൂരിൽ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടന്ന BR അംബേദ്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സതീശൻ പാച്ചേരി. സാമൂഹ്യ പരിഷ്കർത്താവ്, എഴുത്തുകാരൻ, ഭരണഘടനാ ശില്പി എന്നുവേണ്ട ഒരുപക്ഷെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിശേഷണങ്ങൾക്ക് അർഹതയുള്ള ഒരു ഭരണാധികാരിയും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണവാദിയുമായി പിന്നീട് മാറുകയായിരുന്നു. വൈസ് പ്രസിഡന്റ് P ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എളയാവൂർ മുഖ്യപ്രഭാഷണം നടത്തി. ദാമോദരൻ ചേലേരി, MC മനോഹരൻ, അഡ്വക്കേറ്റ് TO മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. പാപ്പനശ്ശേരി അരോളിച്ചാലിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 3 വടിവാളുകൾ പിടികൂടി. 6 മാസത്തിനിടെ 3-ാം തവണയാണ് പാപ്പനശ്ശേരിയിൽ വാളുകൾ പിടികൂടുന്നത്. ചൊവ്വാഴ്ച രാവിലെ പാപ്പനശ്ശേരി അരോളിച്ചാലിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് 3 വടിവാളുകൾ പിടികൂടിയത്. വാളുകൾ PVC പൈപ്പിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. വളപട്ടണം SI ശ്രീജിത്ത് കൊടിയേരിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 6 മാസത്തിനിടെ 3-ാം തവണയാണ് പാപ്പനശ്ശേരിയിൽ വടിവാളുകൾ പിടികൂടുന്നത്. ഈ മാങ്കടവ് ചാലിൽ ഒരു കുറ്റിക്കാട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു പൈപ്പിൽ എന്തോ ഒരു സാധനം എന്തുകൊണ്ട് എൻ്റെ ഒരാൾ രഹസ്യവിവരം തന്ന അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വരികയും ഞങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ കുറ്റിക്കാട്ടിനുള്ളിൽ ഒരു പൈപ്പ് കണ്ടെത്തി, ഒരു PVCയുടെ പൈപ്പ്. അത് വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ കണ്ടത് 3 വലിയ വാളുകളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഈ കില്ലർ ഗ്യാങ് ഓപ്പറേഷനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള 3 വാളുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെ തുടർന്ന് ഈ പ്രദേശങ്ങൾ മുഴുവൻ ഞങ്ങൾ ബോംബ് സ്ക്വാഡിൻ്റെയും ഡോഗ് സ്ക്വാഡിൻ്റെയും സഹായത്തോടെ ഞങ്ങൾ പോലീസുകാർ ഞങ്ങൾ റെയ്ഡ് നടത്തുകയുണ്ടായി. കൂടുതലായിട്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ 3 വാളുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ഞങ്ങൾ റെയ്ഡ് നടത്തും. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി.
ചെറുകുന്ന് ഉദയമാടത്ത് 2.5 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. ക്ഷേത്രത്തിന് സമീപത്തെ ജിജി സജേഷ് ദമ്പതികളുടെ മകൻ അനിരുദ്ധിനെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കവേ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായാണ് പരാതി. ഉച്ചക്ക് 12 മണിയോടെയാണ് സംഭവം. ഉദയമാടൻ ക്ഷേത്രത്തിന് പിറകുവശത്തെ ജിജി സജേഷ് ദമ്പതികളുടെ 2.5 വയസ്സ് പ്രായമുള്ള മകൻ അനിരുദ്ധ് വീട്ടിന്റെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അകത്തുപോയി ഭക്ഷണവും എടുത്ത് പുറത്തു വന്ന ജിജി കണ്ടത് തന്റെ മകന്റെ വായ്പൊത്തി ഒരാൾ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ബഹളം വെച്ചപ്പോൾ കുട്ടിയെ ഉപേക്ഷിച്ച് 35 വയസ്സ് പ്രായമുള്ളയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് ജിജി പറഞ്ഞു. കുഞ്ഞിനെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുത്തിയിട്ട് മരുന്നെടുക്കാൻ പോയതാണകത്ത്. അന്നേരം കുഞ്ഞ് വെള്ളം വേണം എന്നിട്ട് അകത്ത് പോയാൽ പുറത്ത് വരുമ്പോൾ കുഞ്ഞിൻ്റെ വായും പൊത്തിയിട്ടുണ്ട്. ഇത്ര വരെ എത്തിന് ഞാൻ ഒച്ചത്തെ കൂക്കുപോയതിന്. എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ഞാൻ അകത്തോട് പോയതിനെ പേടിച്ച് ഓടുപോയതിന്. അപ്പോൾ ഈ വേക്കിലത്തെ അവരോടെല്ലാം പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ആൾ പോയി കണ്ടിട്ട. ഒരു 35 വയസ്സ് ഏകദേശം തോന്നുന്നു. ജിജിയുടെ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. ഉടൻ കണ്ണപുരം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് പ്രദേശത്ത് മാർക്കറ്റിംഗ് ജോലിക്കെത്തിയവരെ ചോദ്യം ചെയ്തു. എന്നാൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്ത ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്ക സ്ഥലങ്ങളിലും വ്യാജ വാർത്തകളും പരക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ സംഭവത്തെക്കുറിച്ച് പോലീസ് സമഗ്രാന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിലവിലിപ്പോൾ എന്ന് വെച്ചാൽ വാട്സപ്പ് വഴി ഒരുപാട് കള്ളപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന നല്ല രീതിയിൽ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ കയറിയിട്ട് കുട്ടികളെ വീട്ടിൻ്റെ അകത്തുനിന്നാണ് കുട്ടീനെ തൂക്കിയിട്ട് ഒരാൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകും. സംഭവത്തെക്കുറിച്ച് കണ്ണപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സീൽ ന്യൂസ്, ചെറുകുന്ന്. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തലശ്ശേരിയിൽ ബുധനാഴ്ച തിരിതെളിയും. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ വിയോഗത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണമായതിനാൽ ഉദ്ഘാടനം ബുധനാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. 7000-ഓളം പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക. DDE M ബാബുരാജൻ രാവിലെ 7 മണിക്ക് പതാക ഉയർത്തുന്നതോടെയാണ് കലോത്സവത്തിന് തുടക്കമാവുക. 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കും. ചൊവ്വാഴ്ച നടക്കേണ്ട രചനാ മത്സരം ഞായറാഴ്ച തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ചെണ്ടമേളം, പൂരക്കളി തുടങ്ങിയ മത്സരങ്ങൾ ഞായറാഴ്ച ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 297 ഇനങ്ങളിലായാണ് മത്സരം. 15 ഉപജില്ലകളായാണ് മത്സരം. 6-ാം തീയതി ആരംഭിച്ച് 10-ാം തീയതി സമാപിക്കത്തക്ക നിലയിൽ ആണ് സംസ്ഥാന ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 14 വേദികളിൽ ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ BMP ആണ് മുഖ്യവേദി. ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ, സേക്രഡ് ഹാർട്ട് ഗേൾസ് ഉൾപ്പെടെ സ്റ്റേഡിയം സെൻറ്റ് ജോസഫ്സ് ഉൾപ്പെടെ 14 വേദികളിലായി 7850 മത്സരാർത്ഥികൾ 4 ദിവസങ്ങളിൽ നടക്കുന്ന ഇവിടുത്തെ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. ബാൻഡ് മേളം ഉൾപ്പെടെ ഉണ്ട്. ഭക്ഷണം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭക്ഷണം ഒരുക്കി. 25,000-ഓളം വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണം യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരാകും വിധികർത്താക്കൾ. ചില വിധികർത്താക്കൾക്കെതിരെ രക്ഷിതാക്കൾ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥിനടക്കം പരാതികൾ നൽകിയിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് കലോത്സവം. ഇല ഒഴിവാക്കി സ്റ്റീൽ പാത്രങ്ങളിൽ ഭക്ഷണം വിളമ്പും. ഇനി 5 നാൾ തലശ്ശേരിയിലെ വേദികളാകും ശ്രദ്ധാകേന്ദ്രം. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ നഗരത്തിൽ KMCC നമ്പറില്ലാത്ത ഓട്ടോറിക്ഷകൾ തടയുക തന്നെ ചെയ്യുമെന്ന് ഓട്ടോ യൂണിയൻ. കണ്ണൂരിൽ ഓട്ടോ ലേബർ യൂണിയൻ ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മോട്ടോർ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി K. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ലേബർ യൂണിയൻ സെക്രട്ടറി MV പ്രകാശൻ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. ചെങ്ങളായി തവറൂരിലെ 32 വയസ്സുകാരൻ കൊയിലേരിയൻ ജനുകുമാർ ഇരുവൃക്കകളും തകരാറിലായി ഉദാരമതികളുടെ സഹായം തേടുകയാണ്. ജനുകുമാറിനെ സഹായിക്കാൻ തവറൂർ, ശ്രീകണ്ഠാപുരം, ഇരിട്ടി, തളിപ്പറമ്പ് റൂട്ടിലോടുന്ന ജാനകിറാം ബസ്സാണ് സാന്ത്വന യാത്ര നടത്തിയത്. ചെങ്ങളായി തവറൂരിലെ 32 വയസ്സുകാരൻ കൊയിലേരിയൻ ജനുകുമാർ ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് 2 വർഷത്തോളമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ നടത്തി വരികയാണ്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസിന് വിധേയനാകുന്ന ജനുകുമാറിന്റെ ഇരുവൃക്കകളും തകരാറാണെന്നും വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഇനി പരിഹാരമെന്നും ചികിത്സിക്കുന്ന കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും മറ്റുമായി 15 ലക്ഷം രൂപയെങ്കിലും ചെലവ് വേണ്ടിവരും. ഭാര്യയും 2 വയസ്സുള്ള മകനും ഉൾപ്പെടുന്ന ഓട്ടോ തൊഴിലാളിയായ നിർധനരായ ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക താങ്ങാൻ പറ്റുന്നതല്ല. ജനുകുമാറിന്റെ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ജനുകുമാറിന്റെ ചികിത്സയ്ക്കായി K. കരുണാകരൻ ചെയർമാനും EV ഷാജി കൺവീനറും MT മധുസൂദനൻ ട്രഷററുമായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരികയാണ്. ജനുകുമാറിന് സഹായഹസ്തവുമായി തവറൂൽ, ശ്രീകണ്ഠപുരം, ഇരിട്ടി, തളിപ്പറമ്പ് റൂട്ടിലോടുന്ന ജാനകിറാം ബസ് സാന്ത്വന യാത്ര നടത്തി.
തവറൂരിൽ വെച്ച് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ജയശ്രീയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ബസ് ഉടമസ്ഥൻ CK പ്രേമരാജൻ, ഡ്രൈവർ K മനോജ്, കണ്ടക്ടർ KK അഖിൽ, ക്ലീനർ K അനൂപ്, A അനുരാഗ് എന്നിവരും ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. ജനുകുമാറിന് സഹായങ്ങൾ നൽകാൻ താൽപ്പര്യമുള്ളവർ കേരള ഗ്രാമീൺ ബാങ്ക് കൊയ്യം ശാഖയിലെ 40 52 11 01 01 64 79 അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കണം. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. വരൾച്ചയെ തടയാൻ ചെറു തടയണകൾ ഒരുക്കി മാതൃകയാവുകയാണ് ആലക്കോട് പഞ്ചായത്തിലെ കാവുംകുടി വാർഡ് മെമ്പറും നാട്ടുകാരും. വാർഡിൽ കൂടി ഒഴുകുന്ന നിരവധി തടയണകളാണ് ഇവർ നിർമ്മിച്ചത്. പുഴകളിൽ വലിയ തടയണകൾ തീർത്ത് വെള്ളം തടഞ്ഞു നിർത്തുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട്. എന്നാൽ ഉരുളൻ കല്ലുകൾ കൊണ്ട് തോടുകളിൽ ചെറു തടയണകളാണ് ഇവർ തീർക്കുന്നത്. മുതിർന്നവർക്കൊപ്പം കുട്ടികളും തടയണ നിർമ്മാണത്തിൽ സജീവമാണ്. വേനൽക്കാലമാകുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്ന കാവുംകുടിയിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരം തടയണകൾ ഗുണം ചെയ്യുമെന്നാണ് ഇവർ കരുതുന്നത്. വരൾച്ചയെ അതിജീവിക്കാൻ വാർഡ് സമിതിയിൽ നടന്ന ചർച്ചയുടെ ഫലമായാണ് തടയണ നിർമ്മാണം ആരംഭിച്ചത്. ഞങ്ങളുടെ വാർഡ് തല സമിതി ചേർന്നപ്പോൾ ഞങ്ങളങ്ങനെ ആലോചിച്ചു, രൂക്ഷമായ വരൾച്ച ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ തോടുകളും അതുപോലെ ജലാശയങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മെമ്പറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഭാഗമായിട്ട് ഇന്ന് ഇവിടെ മാത്രമല്ല, ഈ വാർഡിലെ മിക്ക പ്രദേശങ്ങളിലും ഇതുപോലെ നടക്കുന്നുണ്ട്. കാവുംകുടി അതുപോലെ കല്ലടി പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. രൂക്ഷമായ വരൾച്ചയെ തുടർന്ന് വാർഡ് വികസന സമിതി തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെറു തടയണകൾ നിർമ്മിക്കുവാനും അതിലൂടെ നമ്മുടെ കിണറുകളിൽ വെള്ളം തങ്ങി നിൽക്കാനുള്ള ഒരു സംവിധാനവുമാണ് ഇപ്പോൾ ഒരുക്കുന്നത്. വലിയ തടയണകൾ നിർമ്മിച്ചാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ചെറു തടയണകൾ എന്ന പദ്ധതിയുമായി ഇവർ രംഗത്തെത്തിയത്. ഒഴിവു ദിവസങ്ങളിലാണ് ഇവർ ഒത്തുചേരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ജലസംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങിയതോടെ കാവുംകുടി ഗ്രാമവും ജലസമൃദ്ധമാവുകയാണ്. തോടുകളിൽ വെള്ളം ഉയരുന്നതിനോടൊപ്പം കിണറുകളും നിറഞ്ഞു. തുലാവർഷം ചതിച്ചതോടെ വരണ്ടുണങ്ങിയ കൃഷിയിടങ്ങളും തോടുകൾ നിറഞ്ഞതോടെ പച്ചപിടിക്കാൻ തുടങ്ങി. വാർഡ് മെമ്പർ നിഷ ബിനു, വർക്കി മുഴിയാങ്കൽ, ജോബി മാളത്തിമ്പറമ്പിൽ, ത്രേസ്യാമ ചാക്കോ, OV ബിനു എന്നിവരാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. സീൽ ന്യൂസ്, ആലക്കോട്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നെല്ലിയോട് യൂണിറ്റ് ജൈവ പച്ചക്കറി കൃഷി നടീൽ ഉത്സവം നടന്നു. നെല്ലിയോട്ട് വയലിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ K ഷാജു ഉദ്ഘാടനം ചെയ്തു. നെല്ലിയോട് വയലിൽ നടന്ന നടീൽ ഉത്സവത്തിൽ PP സുജനൻ അധ്യക്ഷത വഹിച്ചു. KP നന്ദനൻ, K ശ്രീജ, N മധു എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. DYFI ബക്കളം മേഖലാ കമ്മിറ്റിയും കടമ്പേരി യുവജന കലാസമിതിയും സംഘടിപ്പിക്കുന്ന PVK കടമ്പേരി സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള 3ാമത് ബക്കളം നാടകോത്സവത്തിന് തുടക്കമായി. CPM സംസ്ഥാന സമിതി അംഗം MV ഗോവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ പ്രയാസകരമായ സാഹചര്യത്തിൽ പോലും സാമ്പത്തിക ഘടനയിൽ അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലും നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നാടകത്തിന് ഇനിയും ആയുസ്സുണ്ട്. നാടകം ഇനിയും നെഞ്ചേറ്റുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യർ ഇപ്പോഴും കേരളത്തിൽ തയ്യാറുണ്ട്. CPM ഏരിയ സെക്രട്ടറി P മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. K ദാമോദരൻ, നഗരസഭാ വൈസ് ചെയർമാൻ K ഷാജു, DYFI ബ്ലോക്ക് സെക്രട്ടറി P രാജീവൻ, M നിഖിൽ, K സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം തിരുവനന്തപുരം ആരാധനയുടെ അതൊരു കഥയാണ് നാടകം അരങ്ങേറി. തുടർന്ന് 7-ന് തിരുവനന്തപുരം അക്ഷര ക്രിയേഷൻസിന്റെ 8 നാഴിക പൊട്ടൻ നാടകവും 8-ന് തിരുവനന്തപുരം അതുല്യയുടെ കഥ പറയും കാറ്റും 9-ന് പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ മധുരനമ്പരപ്പാടവും അരങ്ങേറും. വെള്ളിയാഴ്ച സമാപന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. സീൽ ന്യൂസ്, ധർമ്മശാല. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഈ മാസം 10 മുതൽ 15 വരെ നടക്കുന്ന സഹസ്ര കലശത്തോടനുബന്ധിച്ച് ഉത്സവാഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, പുണ്യപുരാണ ഇതിഹാസങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നാടകങ്ങൾ, ഭക്തിഗാനമേള, സംഗീത കച്ചേരികൾ, ഭജന, നൃത്തങ്ങൾ, തിരുവാതിരക്കളി എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് അരങ്ങേറുന്നത്. TTK ദേവസ്വത്തിന്റെ പിന്തുണയോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമാണ് പരിപാടികൾ ആരംഭിക്കുക. വാർത്താ സമ്മേളനത്തിൽ PK സുധീർ, P രാമചന്ദ്രൻ, മുല്ലപ്പള്ളി നാരായണൻ, രാഹുൽ ദാമോദരൻ, TP രമേശൻ, KP മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു.
സീൽ ന്യൂസ് തളിപ്പറമ്പ്. ഏഴോം റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 30ാം വാർഷികം ക്ലബ്ബ് പരിസരത്ത് നടന്നു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിമല പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിന്റെ ഭൂതകാലം എടുത്ത് പരിശോധിച്ചാൽ സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളും ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി പ്രവർത്തിച്ച് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഡി വിമല ഉദ്ഘാടനം ചെയ്തു. ചിന്താ ജെറോം, പി കെ വിശ്വനാഥൻ, കെ പി മോഹനൻ, കെ വി ബാലൻ, പി പി റീത്ത, ആർ അജിത, പി പി അജിത്ത് എന്നിവർ സംബന്ധിച്ചു. സീൽ ന്യൂസ് ചെറുകുന്ന്. ഭക്തിയുടെ നിറവിൽ പഴയങ്ങാടി രാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രഥം വലി നടന്നു. രഥം വലി കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ഉത്തര കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന രഥോത്സവം കാണാൻ വൻ ജനാവലിയാണ് രാമപുരത്ത് എത്തിച്ചേർന്നത്. തച്ചുശാസ്ത്രവിധി പ്രകാരം 12 അടി ഉയരത്തിൽ തീർത്ത രഥം പുഷ്പാലങ്കൃതമായിരുന്നു. വ്രതശുദ്ധിയോടെയാണ് പുരുഷാരം രഥം വലിച്ചത്. രഥം വലിയുടെ അവസാനം രഥത്തിൽ നിന്ന് കനകവർഷം നടന്നു. ബുധനാഴ്ച വൈകിട്ട് ആറാട്ട് സദ്യയോടെ ഉത്സവാഘോഷം സമാപിക്കും. സീൽ ന്യൂസ് ചെറുകുന്ന്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മാവൽശ്ശേരി ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അതേപോലെ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നില്ല. അന്നദാനം കൊണ്ട് പുകൾപെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനു തുടക്കമായി. വിഷ്ണു സഹസ്രനാമത്തോടു കൂടിയാണ് പാരായണം തുടങ്ങിയത്. ഡിസംബർ 12 വരെ നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. സീൽ ന്യൂസ് ചെറുകുന്ന്. ജനകീയ കൂട്ടായ്മയിൽ താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് താവത്ത് തെയ്യം തിറ മഹോത്സവം സംഘടിപ്പിക്കുന്നു. അടയാളം കൊടുക്കൽ ചടങ്ങ് താവത്ത് നടന്നു. ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലാരൂപമായ തെയ്യം അനുഷ്ഠാന ചടങ്ങുകളോടെയാണ് നടത്തപ്പെടുന്നത്. താവം കിഴക്കേ വയലിൽ കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് പതികെട്ടി തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടും. 2017 ഏപ്രിൽ 29, 30 തീയതികളിൽ നടക്കുന്ന തെയ്യന്തര മഹോത്സവത്തിന്റെ അടയാളം കൊടുക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. അഗ്നികണ്ഠാർകണ്ഠൻ, പൊട്ടൻ ദൈവം, ശാസ്തപ്പൻ, വസൂരിമാല, കൈതച്ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത്. അടയാളം കൊടുക്കൽ ചടങ്ങിൽ തളിയിൽ കണ്ണൻ പണിക്കർ, എം വി ജയൻ, പ്രശോഭ് പണിക്കർ കൂടാളി, എൻ വി സത്യൻ, ടി വി ദാമോദരൻ, അനിൽകുമാർ വള്ളിയോട്, ഗോപി പണിക്കർ, പി വി ചന്ദ്രൻ, ഇ ബാലകൃഷ്ണൻ അടുത്തില, സതീഷ് കടാങ്കൂട്, സന്തോഷ് പി പി, കെ രാജേഷ്, കെ രമ, ആർ അമ്പിളി തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ് ചെറുകുന്ന്. ചെറുകുന്ന് മഠം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ആണ്ടിയൂട്ട് പൂജാ മഹോത്സവത്തിന് തുടക്കമായി. കലവർ നിറക്കൽ ഘോഷയാത്ര നടന്നു. കേരള പഴനിയായി ദർശനം നൽകി അനുഗ്രഹിക്കപ്പെട്ട ചെറുകുന്ന് മഠം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആണ്ടിയൂട്ട് പൂജാ മഹോത്സവത്തിന് തുടക്കമായി. ഒതിയമ്മാടം ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളോടെ നടന്ന കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി ആധ്യാത്മിക പ്രഭാഷണം, നൃത്തസന്ധ്യ, കലാസാംസ്കാരിക പരിപാടികളും നടന്നുവരുന്നു. ഡിസംബർ 9 ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് കാവടികളും വാദ്യമേളങ്ങളോടും കൂടി ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടക്കും. മയൂരനൃത്തം, തിരുമുരുകാലങ്കാര ദർശനം എന്നിവയും അരങ്ങേറും. ഡിസംബർ 10 സുബ്രഹ്മണ്യസ്വാമി പൂജ, തിടമ്പ നൃത്തം, കാവടിയാട്ടം എന്നിവ നടക്കും. വൈകിട്ട് 6:30 പഴനിയാത്രയോടുകൂടി ഉത്സവാഘോഷങ്ങൾ സമാപിക്കും. സീൽ ന്യൂസ് ചെറുകുന്ന്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പാവങ്ങളുടെ അമ്മ യാത്രയാകുമ്പോൾ കേരളവും തേങ്ങുന്നു. സംസ്ഥാനത്തും ഔദ്യോഗിക ദുഃഖാചരണം. ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലക്സ് ബോർഡുകൾ. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്നും മീനമാസം വരെ സ്ഥിതി ഭയാനകമായിരിക്കുമെന്നും കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. സഹകരണ മേഖലയുമായി ആലോചിച്ച് നാളികേരം സംഭരിക്കും. നാളികേരത്തിൽ നിന്നും കൂടുതൽ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണമെന്നും VS സുനിൽകുമാർ. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തലശ്ശേരിയിൽ തിരിതെളിയും. 297 ഇനങ്ങളിലായി 7000 വിദ്യാർത്ഥികൾ മത്സരിക്കും. ചില വിധികർത്താക്കൾക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിനടക്കം പരാതികൾ. മത്സരം ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച്. ജലശേഖരണ പ്രവർത്തനങ്ങൾക്കായുള്ള കൂട്ടായ്മകൾ സജീവമാകുന്നു. വരൾച്ചയെ നേരിടാൻ ചെറുതടയണകൾ നിർമ്മിച്ച് മാതൃകയായി ആലക്കോട് പഞ്ചായത്തിലെ കാവുംകുടി വാർഡ് മെമ്പറും നാട്ടുകാരും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.